السلام عليكم ورحمة الله وبركاته. نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. قد أفلح المؤمنون الذين هم في صلاتهم خاشعون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നൽകി അനുഗ്രഹിച്ചിട്ടുള്ള അനർഘങ്ങളായ സമയങ്ങളെ, സന്ദർഭങ്ങളെ അല്ലാഹുവിന് ഇഷ്ടകരമായ പ്രവൃത്തികളിലേക്ക് മാത്രം തിരിച്ചുവിട്ടുകൊണ്ട് അവൻ്റെ അടുക്കൽ മഹാപ്രതിഫലം നേടുവാൻ യോഗ്യരാകാൻ വേണ്ട പ്രവർത്തനങ്ങളിൽ എല്ലാ സന്ദർഭങ്ങളിലും ശ്രദ്ധയുണ്ടാകണം എന്ന് ആമുഖമായി എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ വിജയം, ആ വിജയത്തിൻ്റെ നിദാനമായ പരമപ്രധാനമായ കാര്യമായി അല്ലാഹു എടുത്തു പറഞ്ഞ ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. നാം ഇതുവരെയായി സംസാരിച്ചുകൊണ്ടിരുന്ന, തുടർച്ചയായി നാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന മരണവും മരണാനന്തരവുമായി ബന്ധപ്പെട്ട നമ്മുടെ വിഷയങ്ങൾ അവസാനിച്ചിട്ടില്ല. 20ഓളം സീഡികളിലൂടെയായി അതിൻ്റെ ആദ്യ ഭാഗം മാത്രമാണ് പുറത്തിറങ്ങിയിട്ടുള്ളത്. അന്ത്യനാളിൻ്റെ അടയാളങ്ങൾ മുതൽ അതിൻ്റെ രണ്ടാം ഭാഗം ഇൻഷാ അല്ലാഹ് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ വീണ്ടും അവതരണം ആരംഭിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു വചനത്തെ സംബന്ധിച്ചാണ്. അല്ലാഹു തആല പറയുന്നു, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, തീർച്ചയായും സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു. സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ആ വിജയം ഞാനും നിങ്ങളുമെല്ലാം അല്ലാഹുവിനോട് തേടിക്കൊണ്ടിരിക്കുന്ന ആ പരമപ്രധാനമായ പരലോക വിജയം, അത് നേടിയെടുക്കുവാനുള്ള പരമപ്രധാനമായ ഒന്നാമത്തെ നിബന്ധനയായി അല്ലാഹു പറഞ്ഞിരിക്കുന്നത് അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവർ അവരുടെ നമസ്കാരങ്ങളിൽ, അവരുടെ നമസ്കാരത്തിൽ ഭയഭക്തിയുള്ളവരാകുന്നു. അപ്പൊ ഫലാഹ് നേടാൻ, വിജയം നേടാൻ അല്ലാഹു പറഞ്ഞ ഏറ്റവും പരമപ്രധാനമായ കാര്യമാണ് നമസ്കാരത്തിലെ ഖുശൂഅ് എന്നാണ് സത്യവിശ്വാസികൾ എന്ന പേരിൽ തന്നെ അറിയപ്പെടുന്ന സൂറത്തുൽ മുഅ്മിനൂനിന്റെ
ഒന്നാമത്തെയും രണ്ടാമത്തെയും ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചിരിക്കുന്നത്. ഞാനും നിങ്ങളും ദിനേന നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഇബാദത്താണ് നമസ്കാരം. ആ നമസ്കാരം 5 നേരം നിർവഹിക്കുന്ന വിശ്വാസികൾക്കിടയിൽ നമസ്കാരത്തിന്റെ നേരത്തെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമീങ്ങൾക്ക് തർക്കമില്ല. നമസ്കാരം 5 വേണമോ അതോ 3 മതിയോ എന്ന് തർക്കിക്കുന്ന അമുസ്ലിമീങ്ങളുണ്ട്. അവർ മുസ്ലിമീങ്ങളല്ല. 5 നേരത്തെ നമസ്കാരം നിർബന്ധമില്ലെന്ന് പറയുന്ന കക്ഷികൾ മുസ്ലിമീങ്ങളല്ല. അവര് പലപ്പോഴും ഖുർആൻ സുന്ന സൊസൈറ്റി എന്ന പേരിലോ ഖുർആൻ സൊസൈറ്റി എന്ന പേരിലോ ഓൺലി ഖുർആൻ എന്ന പേരിലോ ഒക്കെ അറിയപ്പെടുന്നവരുണ്ടാകാം. പക്ഷേ അവരും ഇസ്ലാമുമായി യാതൊരു ബന്ധവും ഇല്ല. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തർക്കമില്ല നമസ്കാരം 5 നേരം നിർബന്ധമാണ് എന്നതിൽ. അതുകൊണ്ട് തന്നെ 5 നേരം നമസ്കരിക്കുന്ന മുസ്ലിം അവന്റെ നമസ്കാരം അവന്റെ ജീവിതത്തിന്റെ പരിവർത്തനത്തിന്റെ മാനദണ്ഡമായി മനസ്സിലാക്കേണ്ടവനാണ്. ജീവിതം സമം നമസ്കാരം, നമസ്കാരം സമം ജീവിതം. നമസ്കരിക്കുന്ന മുസ്ലിമിന്റെ ജീവിതം പവിത്രമായിരിക്കണം. ജീവിതം പവിത്രമാകാത്ത നമസ്കാരം അല്ലാഹുവിങ്കൽ സ്വീകാര്യയോഗ്യമല്ല എന്ന ഏറെ നമ്മെ സ്വാധീനിപ്പിക്കുകയും ഇരുത്തി ചിന്തിപ്പിക്കുകയും ചെയ്യേണ്ടുന്ന ആശയം ഇത് നമ്മുടെ മനോമുകുരങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയോ എന്നതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ചിന്താ വിഷയമായി നമ്മുടെ മസ്തിഷ്കങ്ങളിൽ ഉരുണ്ടുകൂടേണ്ടത്. നമസ്കാരം നിർവഹിക്കുന്നു പലരും, ഞാനും നിങ്ങളുമെല്ലാം നമസ്കരിക്കുന്നു. പക്ഷേ ആ നമസ്കാരം റഹ്മാനായ നാഥനെ ഓർക്കേണ്ട നിലക്ക് ഓർക്കുവാനാണെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. മുസാ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞിടത്ത് കാണാം, വഅഖിമിസ് സ്വലാത്ത ലിദിക്രി, ഈ നമസ്കാരം നിർവഹിക്കൂ എന്നെ ഓർക്കാൻ വേണ്ടി. ജീവിതത്തിൽ സദാ സ്രഷ്ടാവായ നാഥനെ സംബന്ധിച്ചുള്ള ദിക്ർ നിരന്തരമായി നിലനിൽക്കാൻ ആവശ്യമായ സംവിധാനമാണ് 5 നേര നമസ്കാരങ്ങളെ അത് ക്രമാനുഗതമായി അതല്ലെങ്കിൽ അതിന്റെ തർത്തീബ് നിശ്ചയിച്ചതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലക്ഷ്യം വെച്ചിട്ടുള്ളത്. വഖ്തുകൾ നിശ്ചയിക്കപ്പെട്ടതാണ്. ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബം മൗഖൂത, സമയബന്ധിതമായ ഒരു ഏർപ്പാടാണിത്. സമയം നിശ്ചയിക്കപ്പെട്ട നിർബന്ധ കർമ്മമാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമസ്കാരം എന്നതാണ് ആ വചനത്തിന്റെ ആശയം. 5 നേരത്തെ നമസ്കാരങ്ങളിലൂടെ തന്റെ നാഥനെ ഓർക്കുകയും തന്നെ അത് ഓർമ്മിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന വിശ്വാസി, ആ വിശ്വാസിയുടെ നമസ്കാരത്തിന്റെ ഫലം അല്ലാഹു പറയുന്നത് തൻഹാ, അത് തടയുന്നു, അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നിശ്ചയം നമസ്കാരം നീചവും നികൃഷ്ടവുമായ ദുഷിച്ച സ്വഭാവങ്ങളിൽ നിന്ന് പ്രവർത്തികളിൽ നിന്ന് മനുഷ്യനെ തടയുന്നു എന്നാണ് അല്ലാഹു പറയുന്നത്. നമസ്കരിക്കുന്നവനിൽ ഫഹ്ശാവും മുൻകറും ഉണ്ടാവില്ലെന്നർത്ഥം. നമസ്കരിക്കുന്നവൻ ഫാഹിഷത്തുകളോട് വിട പറയും, നമസ്കരിക്കുന്നവൻ മുൻകറാത്തുകളോട് വിട പറയും. ഖുർആൻ അതാണ് പഠിപ്പിക്കുന്നത്. എങ്ങനെ ആ മാറ്റമുണ്ടാക്കാം? നമസ്കരിക്കുന്ന മനുഷ്യന്മാരിൽ എങ്ങനെ വീണ്ടും അള്ളാഹുവിനെ ധിക്കരിക്കുന്ന ധിക്കാരികൾ ഉണ്ടാകുന്നു? നമസ്കരിക്കുന്ന ആളുകൾ എങ്ങനെ പലിശക്കാരനാകുന്നു? നെറ്റിയിൽ നമസ്കാരത്തഴമ്പുള്ള ആളെങ്ങനെ കൊള്ളയുടെയും കൊള്ളലാഭത്തിന്റെയും കളവിന്റെയും ഏഷണിയുടെയും പരദൂഷണത്തിന്റെയും അഹങ്കാരത്തിന്റെയും വക്താവായി മാറുന്നു? ചിന്തിക്കണം. എവിടെയോ തകരാറ് സംഭവിച്ചു എന്നുറപ്പ്. പടച്ച റബ്ബിന്റെ കൽപ്പനകളിൽ, അവന്റെ വാക്യങ്ങളിൽ, അവന്റെ നിർദ്ദേശങ്ങളിൽ ഒരിക്കലും തകരാറ് സംഭവിച്ചിട്ടില്ല. കാരണം ഒരു ബാത്തിലും സംഭവിക്കാത്തവനാണ് നാഥൻ.
എങ്കിൽ ഇനി അവിടെ ചെയ്യേണ്ടതില്ല. ഖുർആനിലല്ല അബദ്ധം സംഭവിച്ചത്, അബദ്ധം സംഭവിച്ചിരിക്കുന്നത് നമസ്കാരക്കാർക്കാണ്. ഒരു കാരണം ഖുർആൻ പറഞ്ഞു, ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ അല്ലദീന ഹും യുറാഊൻ. ഒരിടത്ത് അങ്ങനെ പറഞ്ഞു, നമസ്കരിക്കുന്നവർക്കാണ് നാശം, അവർ അവരുടെ നമസ്കാരത്തെ സംബന്ധിച്ച് അശ്രദ്ധരാണ്, അതിനെക്കുറിച്ച് അവർ ശ്രദ്ധയുള്ളവരല്ല. പലപ്പോഴും അവർ നമസ്കരിക്കുന്നവർ പലരെയും കാണിക്കാൻ വേണ്ടിയാണ്. രണ്ട് കാരണങ്ങൾ അവിടെ അല്ലാഹു പറഞ്ഞു. നമസ്കാരക്കാർക്ക് നാശം കിട്ടാൻ രണ്ട് കാരണങ്ങൾ അല്ലാഹു പറഞ്ഞു അവിടെ. ഒന്ന്, അവരുടെ നമസ്കാരത്തെക്കുറിച്ച് അവർക്ക് ശ്രദ്ധയില്ല, അതിന്റെ സമയത്തെക്കുറിച്ച് നിഷ്ഠയില്ല, അത് നിർവഹിക്കാൻ ആവശ്യമായ പ്രാഥമിക ഉപാധിയായ ശുദ്ധീകരണ പ്രക്രിയയിൽ പോലും കണിശതയില്ല, വുളൂ പോലും കണിശമായി നിർവഹിക്കുന്നില്ല. വൈലുൽ ലിൽ അഖാബി മിനന്നാർ, നമസ്കരിക്കുന്നവർക്ക് നാശമെന്ന് പറഞ്ഞതുപോലെ വൈലുൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള മറ്റൊരു പ്രയോഗമാണ് വൈലുൽ ലിൽ അഖാബി മിനന്നാർ. മടമ്പ് കാലുകൾ വുളൂയിൽ ശുദ്ധീകരണ വേളയിൽ സൂക്ഷിച്ച് കഴുകാത്തവർക്കാണ് നാശം, അവർക്കാണ് നരകം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരൽപ സ്ഥാനമെങ്കിലും വുളൂയിൽ വെള്ളം നനയാതെ ശുദ്ധീകരണം പൂർത്തിയാകുന്നില്ല. മിഫ്താഹുസ് സ്വലാത്തി അത്വഹൂർ, നമസ്കാരം തുറക്കാനുള്ള ചാവിയാണ് ശുദ്ധീകരണം വുളൂ. ആ ചാവി, ഒരു ചാവിയിട്ട് ഡോറ് തുറക്കണമെങ്കിൽ ആ ചാവിയുടെ എല്ലാ പല്ലുകളും വളരെ കൃത്യമായി നിർണയിക്കപ്പെട്ട ഹോൾസിൽ കടക്കാൻ പര്യാപ്തമായ നിലക്കല്ലാതെ ഒരു ഡോറ് തുറയൂല. ചാവി കാണുമ്പോൾ ഒരേപോലെയാ, എല്ലാവരുടെ കയ്യിലുള്ള ചാവി ഒരേപോലെ, ഡോറൊക്കെ കാണുമ്പോൾ ഒരേപോലെ. പക്ഷെ എന്റെ റൂമിന്റെ ചാവി ഇട്ട് തുറന്നാലേ എന്റെ റൂം തുറക്കുള്ളൂ, അടുത്ത വീട്ടിലെ ഫ്ലാറ്റ് തുറയുന്നില്ല. കാഴ്ചക്ക് ഒരുപോലെ. എന്താ? കണിശമാണ് അതിന്റെ നിർമ്മാണം, കണിശവും സൂക്ഷ്മവുമാണ് അതിന്റെ നിർമ്മാണം. അതിനോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപമപ്പെടുത്തിയത് മിഫ്താഹുസ് സ്വലാത്തി അത്വഹൂർ. നമസ്കാരം തുറയണോ, അതിന് നിശ്ചയിക്കപ്പെട്ട കണിശ രൂപത്തിലുള്ള ചാവി തന്നെ വേണം. അതേതാ? അത് ശുദ്ധീകരണമാണ്, പരിപൂർണമായ ശുദ്ധീകരണമാണ്. അവയവങ്ങൾ കൃത്യമായി കഴുകാൻ നേരമില്ലാതെ, കൈകാൽ മുഖങ്ങൾ കൃത്യമായി പൂർണ്ണമായ തോതിൽ നനയ്ക്കാതെ, ധൃതി പിടിച്ചുകൊണ്ട് ഉദുവെടുത്ത് പള്ളിയിലും മുസല്ലയിലും കയറി നിന്നുകൊണ്ട് നമസ്കരിക്കുന്ന എത്രയോ സഹോദരീ സഹോദരങ്ങളുണ്ട്. ആ നമസ്കാരം സ്വീകാര്യമല്ല, അല്ലാഹു സ്വീകരിക്കൂല. അങ്ങനെ ഉദൂയിനെ സംബന്ധിച്ച്, നമസ്കാരത്തിന്റെ സമയത്തെ സംബന്ധിച്ച്, ഇനി നമസ്കാരം നിർവഹിക്കാനുള്ള പരമപ്രധാനമായ നിർദ്ദേശമായ അതിന്റെ ജമാഅത്ത് രൂപം അതിനെ സംബന്ധിച്ച്, അതുപോലെ ഈ നമസ്കരിക്കാൻ നിന്നാൽ അതിൽ നിർവഹിക്കേണ്ടുന്ന അടക്ക അനക്കങ്ങളെ സംബന്ധിച്ച്, അതിൽ നിർവഹിക്കേണ്ടുന്ന ദുആ, ദിക്റുകൾ, ദുആകളെ, ഖിറാഅത്തുകളെ സംബന്ധിച്ച് ഒക്കെ അശ്രദ്ധമായി കൊണ്ട് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന നമസ്കാരക്കാർ അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, അവർ അവരുടെ നമസ്കാരത്തെ സംബന്ധിച്ച് അശ്രദ്ധരാണ്. രണ്ടാമത്തെ കാരണം അവിടെ പറഞ്ഞത് അല്ലദീനഹും യുറാഊൻ, അവർ ആളുകളെ കാണിക്കാൻ വേണ്ടിയാണ് നിസ്കരിക്കുന്നത്. അങ്ങനെ കുറെ നമസ്കാരക്കാരുണ്ട്, അവർ ഒപ്പം കൂടികളാണ്. നിസ്കരിക്കുന്ന കമ്പനിയിലാണെങ്കിൽ അവർ നിസ്കരിക്കും, നിസ്കരിക്കാത്തവരുടെ കൂടെയാണെങ്കിൽ അവർക്കതിൽ കണിശതയില്ല. എങ്ങനെയാണോ ഒപ്പമുള്ള ആളുകൾ അവർക്കൊപ്പിച്ച് നിൽക്കണം. കാരണം അവരിൽ നിന്ന് വിട്ടുനിന്നാൽ അവരെന്ത് ചിന്തിക്കും, അതുകൊണ്ട് അവരെ കാണിക്കാനാണ്